എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് ആരും അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാര്യം ഇവരിങ്ങനെ പരസ്പരം പൊട്ടിത്തെറിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് രാവിലെ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് പടക്കത്തിൻ്റെ ഒരു ടാസ്ക്കാണ്. അതായത് പല ടൈപ്പ് പടക്കം, മാലപ്പടക്കം, പൂത്തിരി, കമ്പത്തിരി, അങ്ങനെ പലതരം പടക്കങ്ങൾ. വിഷുവൊക്കെ അല്ലേ, എല്ലാവരും പൊട്ടിത്തെറിക്കട്ടെ എന്നായിരിക്കും ബിഗ് ബോസിൻ്റെ ആഗ്രഹം. അങ്ങനെ ഈ ഒരു പടക്കത്തിന് സാമ്യമായിട്ടുള്ള ആളുകളെ പേര് പറയണം. ഇതാണ് ടാസ്ക്. അങ്ങനെ നമ്മുടെ സിബിൻ പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്, എന്നാൽ പോലും പലർക്കും ഒരു കുത്തും കൂടാണ്. ആദ്യമേ പറയുന്നത് മാലപ്പടക്കമാണ്. മാലപ്പടക്കമായിട്ട് നമ്മുടെ ജാൻമണിയും ഗബ്രിയുടെയും പേരാണ് നമ്മുടെ സിബിൻ പറയുന്നത്. ഈ ഒരു മാലപ്പടക്കം കൊളുത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടി തീരത്തില്ല. അതുപോലാണ് ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടർ. പറഞ്ഞ് എക്സ്ട്രീം ലെവൽ വരെ പറയും. ഇതിനിടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പോലും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തെല്ലാം രീതിയിൽ ഗെയിമിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ ആ രീതിയിലെല്ലാം കൊണ്ടുപോകും എന്ന രീതിയിലാണ് നമ്മുടെ സിബിൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ ചക്രം പോലെ കറങ്ങി നടക്കുന്നത് നമ്മുടെ നോറ എന്ന് പറയുന്നു. അത് കറക്റ്റായിട്ടൊരു കാര്യമാണല്ലേ. ചക്രം പോലെ നോറ ഇങ്ങനെ കറങ്ങി, അതായത് ഒരു ഇഷ്യൂ ഉണ്ടായ എല്ലായിടത്തും നടന്നിങ്ങനെ പറഞ്ഞ് നടക്കും. അതാണ് നമ്മുടെ നോറയുടെ ഗെയിം. അത് കറക്റ്റാണ് എന്തായാലും നോറയുടെ കാര്യത്തിൽ. അതുപോലെ ഗുണ്ട് ആയിട്ട് പറയുന്നത് നമ്മുടെ റസ്മിനെയാണ്. റസ്മിൻ ഇങ്ങനെ ഇരുന്ന് ഒരൊറ്റ ഗുണ്ടിടും. അതൊരു ഒന്നൊന്നര ഗുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പൊട്ടിത്തെറിയുടെ എക്സ്ട്രീം ലെവലാണ്. പെട്ടെന്നൊന്നും ആൾ വരത്തില്ല. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു പൊട്ടിത്തെറി ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ റസ്മിൻ്റെ ഗെയിം എന്നാണ് പറയുന്നത്. അത് റസ്മിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുമെന്ന് നമ്മുടെ സിബിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ മത്താപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ്. ജിൻഡോ ഇങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തും കൊളുത്തി വിടും. അതാണ് നമ്മുടെ ജിൻഡോയുടെ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ഒരു മത്താപ്പു ആണെന്നാണ് നമ്മുടെ സിബിൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ മത്താപ്പ് പോലെ പലയിടത്തും പോയി പൊട്ടിക്കുമ്പോൾ അത് ആളെന്തായാലും നോക്കി പൊട്ടിക്കണം, ഇല്ലെങ്കിൽ സ്വന്തം കൈ തന്നെ പൊള്ളുമെന്ന് സിബിൻ ഒരു ഭീഷണി രൂപത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അത് ജിൻഡോയ്ക്കിട്ടൊരു കുത്താണ്. അതുപോലെ റോക്കറ്റായിട്ട് നമ്മുടെ സായിയുടെ പേരാണ് പറയുന്നത്. റോക്കറ്റ് പോലെ ഇവിടുന്ന് തിരി കൊളുത്തി വേറെടുത്ത് പോയി പൊട്ടുന്നതാണ് നമ്മുടെ സായിയുടെ ക്യാരക്ടർ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അത് നമ്മുടെ സായിയുടെ ഐഡിയ ആണെന്നാണ് നമ്മുടെ സിബിൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ആരുടെയൊക്കെ പേരാണ് പറയാൻ പോകുന്നതെന്ന്. എന്തായാലും നമ്മുടെ സിബിൻ പറഞ്ഞു വെച്ചത് പലർക്കും പല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.